ഹായ്, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ മധുരക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മധുരക്കിഴങ്ങ് എങ്ങനെ പുഴുങ്ങാമെന്ന് നോക്കാം. ഇത് 4 സ്വീറ്റ് പൊട്ടറ്റോ, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 4 സ്വീറ്റ് പൊട്ടറ്റോയാണ്. ഇത് നമുക്ക് എങ്ങനെ പുഴുങ്ങാമെന്ന് നോക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് പീസാക്കാം. പീസാക്കി കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാ പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കാം. എല്ലാ മധുരക്കിഴങ്ങും പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഉപ്പും വെള്ളവുമാണ്. അതിനായി നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കർ എടുത്ത് ആദ്യമായി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പും ചേർക്കുക. ആദ്യം പൊട്ടറ്റോ എല്ലാം നമുക്ക് അതിലേക്ക് ഇടാം. എല്ലാം പിടിക്കാനായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് സ്വീറ്റ് മധുരക്കിഴങ്ങായത് കാരണം അധികം ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരുപാട് വേഗരുത്, കുഴഞ്ഞു പോകും. അതുകൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോ വേകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി കുറച്ച് വറ്റൽമുളക്, ചെറിയ ഉള്ളി, പുളി, ഉപ്പ് ഇതെല്ലാം കൂടെ അരച്ച് മധുരക്കിഴങ്ങ് വേകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി കുറച്ച് മുളക്, 5 അല്ലി ചെറിയ ഉള്ളി, കുറച്ച് പുളി, വെളിച്ചെണ്ണ, ഉപ്പ് ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കാം. ഒരുപാട് വെന്താൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കണം. മുളക് ചമ്മന്തി ഉണ്ടാക്കാനായി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. 5 ചെറിയ ഉള്ളി, പുളി, മുളക്, കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കാം, ബാക്കി പിന്നീട്. ഉപ്പ് എന്നിവ ചേർത്ത് അടച്ച് നമുക്കിത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ഉണക്കമുളക് ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. പൊട്ടറ്റോ എല്ലാം വെന്തിട്ടുണ്ട്. വിസിലൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം. ഇനി വെള്ളം എല്ലാം ഊറ്റിയിട്ടെടുക്കാം. ഈ പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പൊട്ടറ്റോ എല്ലാം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്.
ഇനി അത് കുറച്ചുകൂടെ തണുത്ത ശേഷം എൻ്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ എടുത്താൽ മതി. എല്ലാ തൊലിയും ഇതുപോലെ തന്നെ മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്വീറ്റ് പൊട്ടറ്റോയും ഉണക്കമുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. മധുരക്കിഴങ്ങെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. ഉണക്കമുളക് ചമ്മന്തി. ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കുത്തി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഈ മധുരക്കിഴങ്ങ് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാം, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും. കാരണം ഇതിൽ ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.